തജിക്കിസ്ഥാന്റെ തലസ്ഥാനമായ ദുഷാൻബെയിലുള്ള ഗുർമിഞ്ച് മ്യൂസിയം ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ഒരു കലാപരിപാടി തുടങ്ങുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ. നിരവധിയായ സംഗീതോപകരണങ്ങൾ, അത് മനോഹരമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മ്യൂസിയം ഹാൾ. ഇവിടെ ഒരാൾ അദ്ദേഹം തന്നെ നവീകരിച്ചെടുത്ത ഒരു പരമ്പരാഗത തജിക് സംഗീതോപകരണം ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൗക്ക് മാമാദ് പുലോദോവ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഈ മ്യൂസിയത്തിന്റെ സ്ഥാപകനായ ഗുർമിഞ്ച് സാവ്കിബുക്കോവിന്റെ ചെറുമകനും ശിഷ്യനുമാണ് ഇദ്ദേഹം. പ്രശസ്തനായ നടനും സംഗീതജ്ഞനും ചിത്രകാരനുമെല്ലാമായിരുന്നു 2003 ഒക്ടോബറിൽ അന്തരിച്ച ഗുർമിഞ്ച് സാവ്കിബക്കോവ്. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനാണ് പുലോദോവ്. ട്യൂൺ ചെയ്തു വച്ച ഉപകരണം പരമ്പരാഗത പേർഷ്യൻ സംഗീതോപകരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി പുലോദോവ് സൃഷ്ടിച്ചെടുത്തതാണ്. മറ്റു പല ഉപകരണങ്ങളും പുലോദോവ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പാമറി റബാബ് എന്ന ഉപകരണമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പക്കൽ. തജിക്കിസ്ഥാനിലെ പാമീർ പർവ്വതമേഖലയിൽ ബഡാക്ഷാൻ എന്ന പ്രദേശത്ത് 1000 വർഷത്തോളമായി പ്രചാരത്തിലുള്ള സംഗീതോപകരണമാണിത്. ഗുർമിഞ്ചിന്റെ കാലത്തു തന്നെ സോവിയറ്റ് യൂണിയനിലെ പ്രമുഖമായ പല ബാൻഡുകളിലും അംഗമായിരുന്നു പുലോദോവ്. ഒറ്റത്തടിയിൽ കൊത്തിയെടുക്കുന്ന പാമറി റബാബിന്റെ മുഖം ആട്ടിൻതോൽ ഉപയോഗിച്ചാണ് പൊതിയുന്നത്. 6 തന്ത്രികളുള്ള ഈ ഉപകരണത്തിൽ ഫ്രെറ്റുകൾ ഉണ്ടാവില്ലെന്നതാണ് പ്രത്യേകത. എനിക്ക് ഷൂട്ട് ചെയ്യുന്നതിനായി പുലോദോവ് അത് കുറച്ചുനേരം വായിച്ചു. പ്രശസ്തനായ കലാകാരനാണ് ഇദ്ദേഹം. ഇപ്പോഴും പല വിദേശ ബാൻഡുകളും തജിക്കിസ്ഥാനിലെത്തുമ്പോൾ അവരോടൊപ്പം പരമ്പരാഗത തജിക് വാദ്യോപകരണങ്ങളുമായി വേദിയിലെത്താറുമുണ്ട്. മറ്റൊരു ഉപകരണമെടുത്തു. ഇതും റബാബ് തന്നെ. പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ റബാബ് ഏഷ്യയിലും ആഫ്രിക്കയിലുമെല്ലാം പല രൂപത്തിൽ പ്രചാരത്തിലുണ്ട്. റബാബ് എന്ന വാക്കിനർത്ഥം ബോ ഉപയോഗിച്ച് വായിക്കുന്നത് എന്നാണെങ്കിലും മധ്യേഷ്യയിൽ ഇത് വിരൽ കൊണ്ട് സ്ട്രൈക്ക് ചെയ്താണ് വായിക്കുക. പഷ്തൂൺ മേഖലകളിലും തജിക്കിസ്ഥാനിലും തുർക്കിയിലും കാശ്മീരിലും അസർബൈജാനിലും ഇറാനിലും കുർദ് മേഖലകളിലുമെല്ലാം റബാബ് പല രൂപത്തിലാണ് പ്രചാരത്തിലുള്ളത്. പുലോദോവിന്റെ റബാബ് സംഗീതവും ഞാൻ കുറച്ചുനേരം കേട്ടിരുന്നു. റബാബ് വാദനം അവസാനിച്ചു. പിന്നെ തജിക് സംഗീതോപകരണങ്ങളെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ചു. ഒരു കലാകാരൻ എന്ന നിലയിൽ സോവിയറ്റ് യൂണിയനിലെങ്ങും പ്രശസ്തനായതിനു ശേഷമാണ് ഗുർമിഞ്ച് സാവ്കിബക്കോവ് 1990-ൽ ഈ മ്യൂസിയം സ്ഥാപിക്കുന്നത്. അപ്പോഴേക്കും സോവിയറ്റ് യൂണിയനിലെ ഉന്നത ബഹുമതിയായിരുന്ന പീപ്പിൾസ് ആർട്ടിസ്റ്റ് ഓഫ് USSR പദവിക്ക് വരെ അദ്ദേഹം അർഹനായിരുന്നു. പുലോദോവ് അടുത്ത സംഗീതോപകരണമെടുത്തു. ദുത്താർ എന്ന ഉപകരണമാണിത്. എന്നാൽ പഴയ പേർഷ്യൻ നാടുകൾ മുതൽ ചൈനയിൽ വരെ പ്രചാരത്തിലുള്ള ദുത്താറുമായി ഇതിന് വ്യത്യാസമുണ്ട്. പരമ്പരാഗത ദുത്താറിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇദ്ദേഹം സ്വയം നിർമ്മിച്ചെടുത്തതാണിത്. സാധാരണ ദുത്താറിന് 2 തന്ത്രികൾ മാത്രമേ ഉണ്ടാവൂ. ഇദ്ദേഹമാകട്ടെ ഇതിന് 6 പ്രധാന തന്ത്രികളും അനുസ്വരമുതിർക്കുന്ന ഏതാനും സിമ്പതറ്റിക് സ്ട്രിങ്ങുകളും നൽകിയിരിക്കുന്നു. അതോടെ സാധാരണ ദുത്താറിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും സ്ഫുടവുമായ നാദമാണ് ഇതിൽ നിന്ന് ഉയരുന്നത്.
ദുത്താർ സംഗീതം അവസാനിച്ചു. അടുത്തതായി അദ്ദേഹം മറ്റൊരു സംഗീതോപകരണം കയ്യിലെടുത്തിരിക്കുന്നു. ഇതാണ് പഴയകാലത്ത് പേർഷ്യൻ സംസ്കാരം എത്തിയ നാടുകളിലെല്ലാം ഇന്നും പ്രചാരത്തിലുള്ള യഥാർത്ഥ റബാബ്. പല വലിപ്പമുള്ള റബാബുകൾ നിലവിലുണ്ട്. അതിൽ മീഡിയം സൈസ് റബാബാണിത്. 21 തന്ത്രികളുള്ളത്. ഫ്രെട്ടുകൾ ഉണ്ടെന്നതും തന്ത്രികൾ സ്ട്രൈക്ക് ചെയ്താണ് വായിക്കുന്നത് എന്നതുമാണ് വ്യത്യാസം. പരിപാടി അവസാനിച്ചു. ചുമരുകളിൽ പരമ്പരാഗതമായ നിരവധി സംഗീതോപകരണങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ മുറിയിൽ മാത്രമല്ല, മ്യൂസിയത്തിലെ നിരവധി മുറികളിലായി പഴയതും പുതിയതുമായ സംഗീതോപകരണങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുലോദോവ് എന്നെ യാത്രയാക്കി. ഞങ്ങൾ ഗുർമിഞ്ച് മ്യൂസിയത്തിൽ നിന്നുമിറങ്ങി ബോക്താർ സ്ട്രീറ്റിലേക്ക് നടന്നു. നല്ല വൃത്തിയുള്ള തെരുവോരം. അവിടെ നിന്നും കാറിൽ കയറി യാത്ര തുടരുകയാണ്. പ്രമുഖമായ യൂണിവേഴ്സിറ്റികളും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാമുള്ള ഒരു തെരുവ്. വീണ്ടും റുഡാക്കി അവന്യൂവിലേക്ക് എത്തുമ്പോൾ പ്രസിഡന്റിന്റെ പഴയ കൊട്ടാരം ഒരിക്കൽ കൂടി കാഴ്ചയിലേക്കെത്തുന്നു. ഇപ്പോൾ ദുഷാൻബെ മുനിസിപ്പൽ ആസ്ഥാനവും മേയറുടെ കാര്യാലയവും ഈ കൊട്ടാരത്തിലാണ്. അത് കടക്കുമ്പോൾ റൊഹാത്ത് ചായഖാനയുടെ സമീപത്തേക്ക് എത്തുന്നു. ആളുകൾ ആശയവിനിമയം നടത്താനും ചായ കുടിക്കാനുമായി ഒത്തുകൂടുന്ന ചായഖാന. ഇന്നതിനൊരു റെസ്റ്റോറന്റിന്റെ സ്വഭാവമാണുള്ളത്. ഈ നീലക്കെട്ടിടം ലൊഹൂത്തി ഡ്രാമ തിയേറ്ററാണ്. ദുഷാൻബെയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ തെരുവാണ് റുഡാക്കി അവന്യൂ. അതുകൊണ്ട് തന്നെ ഈ അവന്യൂവിന്റെ ഇരുഭാഗത്തുമാണ് നഗരത്തിലെ പ്രമുഖമായ നിർമ്മിതികളെല്ലാം ഉള്ളത്. ധാരാളം ഷോപ്പിംഗ് സെന്ററുകളും പ്രമുഖമായ മാളുകളും തിയേറ്ററുകളും കൊട്ടാരങ്ങളും അതിൽ ഉൾപ്പെടുന്നു. ഇരുഭാഗത്തും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് സുന്ദരമാക്കിയ അവന്യൂ. ഇലക്ട്രിക് ബസ്സുകളാണ് ഇവിടുത്തെ പ്രധാന പൊതുഗതാഗത സംവിധാനം. പാതയുടെ മുകളിലൂടെ വലിച്ചുകെട്ടിയ കമ്പിയിൽ നിന്നും വൈദ്യുതി സ്വീകരിച്ച് അതെങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ദുഷാൻബെയിലെത്തുന്ന ഒരാൾ നഗരത്തിലെ പ്രധാന കാഴ്ചകളിലേക്ക് പോകാൻ റുഡാക്കി അവന്യൂവിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. നാഷണൽ ബാങ്ക് ഓഫ് തജിക്കിസ്ഥാനാണ് വലതുവശത്ത്. അത് കടക്കുമ്പോൾ തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി കാഴ്ചയിലേക്കെത്തുന്നു. തജിക്കിസ്ഥാനിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണിത്. ഈ രാജ്യത്തെ ആദ്യ യൂണിവേഴ്സിറ്റിയും ഇതുതന്നെ. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി 23,000 വിദ്യാർത്ഥികളാണ് തജിക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ റുഡാക്കി അവന്യൂ അവസാനിക്കുന്നു. നേരെ മുന്നിൽ കാണുന്നതാണ് ദുഷാൻബെ റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു റെയിൽവേ ശൃംഖലയേ ഉള്ളൂ തജിക്കിസ്ഥാന്. ഉസ്ബെക്കിസ്ഥാനിലേക്കും തുർക്ക്മെനിസ്ഥാനിലേക്കും ദുഷാൻബെ സ്റ്റേഷനിൽ നിന്നും ട്രെയിനുകളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കടന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ്. സിറ്റി ഇലക്ട്രിക് ബസ്സുകളുടെ ഒരു സ്റ്റേഷനാണ് ഇത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ആണ് ഇടതുവശത്ത്. അതും ഇക്കാണുന്ന വലിയ കെട്ടിടങ്ങളുമെല്ലാം സോവിയറ്റ് നാളുകളിൽ നിർമ്മിതമായവയാണ്. സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ദുഷാൻബെയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഘട്ടം ഘട്ടമായി പൊളിച്ചു നീക്കാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. ജനങ്ങളിൽ നിന്നും സോവിയറ്റ് കാലത്തിന്റെ ഓർമ്മകൾ തുടച്ചു നീക്കാൻ വേണ്ടിയാണത്. നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് ഈ നഗരത്തിൽ അധിക സമയം ചെലവഴിക്കാനില്ല. തജിക്കിസ്ഥാനിൽ വന്നിട്ട് ഇത് 4ാമത്തെ ദിവസമാണ്. ഇന്ന് ഇവിടെ നിന്നും മടങ്ങുന്നു. എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ കാഴ്ചകളുടെ വസന്തമൊരുക്കിയ രാജ്യമൊന്നുമല്ല തജിക്കിസ്ഥാൻ. പക്ഷേ പഴയൊരു സോവിയറ്റ് നാടിന്റെ ഇന്നത്തെ ജീവിത കാഴ്ചകളും ഗ്രാമീണ നിഷ്കളങ്കതയുമെല്ലാം കാണാനും അനുഭവിക്കാനുമായി. ഒരു കൊച്ചു തലസ്ഥാന നഗരമാണ് ദുഷാൻബെ. ഐനി സ്ട്രീറ്റിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ദുഷാൻബെ ഇന്റർനാഷണൽ എയർപോർട്ടിന് മുന്നിലേക്കാണ് എത്തിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളിലെ തലസ്ഥാന വിമാനത്താവളങ്ങളിൽ ഏറ്റവും പകിട്ടുകുറഞ്ഞ ഒന്ന്. അംബുരാജിയും ഷഹബാസും ഇസ്വാനും യാത്ര പറഞ്ഞു.
ഇതാണ് പുതിയ ടെർമിനൽ ബിൽഡിംഗ്. പുതിയ ടെർമിനലെങ്കിലും അത്ര വലുതല്ല. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ചെക്ക് ഇൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞ് എമിഗ്രേഷനും കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പുറത്ത് ഒരു വിമാനം മാത്രമേ ഉള്ളൂ. യാത്രയ്ക്ക് ഒരുങ്ങുകയാണത്. എനിക്ക് പോകാനുള്ള സൊമോൺ എയറിന്റെ വിമാനം. എയർപോർട്ടിന്റെ അതിരിൽ നിന്ന് തുടങ്ങുന്ന ഗ്രാമങ്ങൾ മലഞ്ചെരുവ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഞാൻ വിമാനത്തിലേക്ക് കയറി. 5:30 വിമാനം പുറപ്പെടുകയാണ്. വല്ലപ്പോഴും ഒരു വിമാനമേ ഈ എയർപോർട്ടിൽ നിന്നുള്ളൂ. വിമാനത്തിനകത്താകട്ടെ അധികം യാത്രക്കാരൊന്നുമില്ല. സൊമോൺ എയർ എല്ലാ ദിവസവും ദുബായിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം ആളുകൾ കുറവായിരിക്കും. വിമാന കമ്പനിക്ക് ഈ യാത്ര എങ്ങനെ മുതലാകുന്നു എന്ന് സംശയിച്ചു പോകുന്നു. ആഴ്ചയിൽ ഒരു തവണ ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് തജിക് എയർലൈൻസിന്റെ വിമാനം സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് സൗകര്യപ്രദമായ സമയത്തല്ല അതെന്നതുകൊണ്ടാണ് യാത്ര ദുബായ് വഴിയാക്കാമെന്ന് തീരുമാനിച്ചത്. ദുബായിക്ക് പുറമെ ചില അയൽ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളിലേക്കാണ് ഇവിടെ നിന്നും വിമാന സർവീസ് ഉള്ളത്. പ്രതിവർഷം 11 ലക്ഷം യാത്രക്കാരെ ദുഷാൻബെ എയർപോർട്ട് വഴി കടന്നു പോകുന്നുള്ളൂ എന്നാണ് കണക്ക്. സൊമോൺ എയറിന്റെയും തജിക് എയറിന്റെയും ഹബ്ബാണ് ദുഷാൻബെ ഇന്റർനാഷണൽ എയർപോർട്ട്. ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് ഈ സൊമോൺ എയർ തന്നെ. 20 നഗരങ്ങളിലേക്ക് ഇവിടെ നിന്നും സൊമോൺ എയർ ഫ്ലൈറ്റുകളുണ്ട്. വിമാനം തജിക്കിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഉയരാൻ നേരമായി. ദുഷാൻബെയുടെ മണ്ണിൽ നിന്നും സാവധാനം ആകാശത്തിലേക്ക് ഉയർന്നു. തജിക്കിസ്ഥാന്റെ കൃഷിയിടങ്ങൾക്ക് മുകളിലൂടെ അതങ്ങനെ പറക്കുകയാണ്. ദുഷാൻബെ നഗരത്തിന്റെ പ്രാന്തഭാഗങ്ങളാണിത്. നഗരം പല ഗ്രാമങ്ങളായി പിരിയുന്നത് ഈ ആകാശയാത്രയിൽ കാണാം. മലനിരകൾക്ക് നടുവിൽ നീണ്ടു പരന്നു കിടക്കുന്ന ഒരു സമതലത്തിലാണ് ദുഷാൻബെ പട്ടണം. 17-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നെങ്കിലും റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവത്തിനു ശേഷമാണ് ഇവിടം ഒരു നഗരമായി മാറിയത്. 1922-ൽ ഒട്ടോമൻ സൈന്യാധിപനായിരുന്ന എൻവർ പാഷ ഇവിടം പിടിച്ചെടുത്ത് തന്റെ അധികാരം സ്ഥാപിച്ചിരുന്നു. ദുഷാൻബെയെ പകുത്തുകൊണ്ടെന്നോണം വാർസോപ്പ് നദി ഒഴുകുന്നു. അതിന്റെ ഇരുകരകളിലുമായാണ് നഗരം. തജിക്കിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമാണിത്. 7.25 ലക്ഷം ജനം ഇവിടെ വസിക്കുന്നു. യൂണിവേഴ്സിറ്റികളുടെ നഗരമാണിത്. പഴയ സോവിയറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുമെല്ലാം ധാരാളം വിദ്യാർത്ഥികൾ ദുഷാൻബെയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തുന്നുണ്ട്. വിമാനം പടിഞ്ഞാറ് ദിശയിലേക്കാണ് പറക്കുന്നത്. ഇപ്പോൾ താഴെ കൃഷിയിടങ്ങൾക്ക് നടുവിൽ ഒരു ചെറിയ എയർബേസ് കാണാം. അതാണ് ഐനി എയർബേസ്. $70 മില്യൺ ചെലവഴിച്ച് ഇന്ത്യ നവീകരിച്ച എയർബേസാണിത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനെതിരെ ആക്രമണം നടത്താൻ US വിമാനങ്ങൾ പറന്നുയർന്നിരുന്നത് ഇവിടെ നിന്നുമാണ്. സമതലത്തിന്റെയും കൃഷിയിടങ്ങളുടെയും കാഴ്ചകൾ അവസാനിക്കുകയാണ്. വിമാനം ഗിസാർ പർവ്വതനിരകളുടെ മുകളിലേക്ക് എത്തുകയായി. അനേകം ചുളിവുകളും മടക്കുകളുമായി നീണ്ടു പരന്നു കിടക്കുന്ന പർവ്വതമേഖല. ഈ മലനിരകളുടെ ചെരുവുകളിലും അനേകം തജിക് ഗ്രാമങ്ങളുണ്ട്. മഞ്ഞുകാലത്ത് ധവളിമയുടെ ഒരു ലോകമായിരിക്കും ആ പർവ്വതനിരയാകെ. ഗിസാർ മൗണ്ടൻ റേഞ്ച് കടന്ന് ഇപ്പോൾ വിമാനം ഉസ്ബെക്കിസ്ഥാന്റെ ആകാശത്തെത്തിയിരിക്കുന്നു. അല്പനേരം കൂടി കഴിയുന്നതോടെ താഴെ അതിർത്തികളൊന്നും കാണുന്നില്ലെങ്കിലും മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കുകയായി. തുർക്ക്മെനിസ്ഥാനാണിത്. തുർക്ക്മെനിസ്ഥാന്റെ കൃഷിയിടങ്ങൾ പിന്നിടുമ്പോഴേക്കും ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരത്തിൽ വിമാനം ഇറങ്ങാൻ പോവുകയാണെന്ന ഒരറിയിപ്പ് വന്നു. അഷ്കാബാദ് ആണ് തുർക്ക്മെനിസ്ഥാന്റെ തലസ്ഥാനം. 10 ലക്ഷം ആളുകൾ വസിക്കുന്ന ഒരു നഗരം. അഷ്കാബാദിന്റെ പ്രാന്തഭാഗങ്ങളാണ് താഴെ കാണുന്നത്. അടുക്കും ചിട്ടയുമുള്ള ഒരു രാജ്യമാണ് തുർക്ക്മെനിസ്ഥാൻ എന്ന് ഈ ആകാശക്കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്നു. കൃഷിയിടങ്ങൾ പോലും കൃത്യതയോടെയാണ് ഒരുക്കിയിരിക്കുന്നത്.
നഗരപ്രാന്തത്തിലെ കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്കെല്ലാം പച്ചനിറം. കെട്ടിടങ്ങളെല്ലാം ഒരു ദിശയിലേക്കാണ് പണിതു വച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയം. വിശാലമായ കൃഷിയിടങ്ങൾ. യന്ത്രവൽകൃത കൃഷിയാണ് അവിടെ നടക്കുന്നതെന്ന് ഈ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തം. കൃഷിയിടങ്ങൾക്ക് നടുവിൽ ചിട്ടയായ രീതിയിൽ കെട്ടിടങ്ങളുള്ള ഗ്രാമങ്ങൾ. ദുബായിലേക്കുള്ള പറക്കലിനിടെ ഈ വിമാനം ഇവിടെ എന്തിനാണ് ഇറങ്ങുന്നതെന്ന് എനിക്ക് സംശയമായി. ദുഷാൻബെയിൽ നിന്ന് പുറപ്പെട്ട് ഉസ്ബെക്കിസ്ഥാനിനും തുർക്ക്മെനിസ്ഥാനിനും ഇറാനും മുകളിലൂടെ പറന്ന് ഗൾഫ് കടലിടുക്ക് പിന്നിട്ട് ദുബായിൽ ഇറങ്ങേണ്ട വിമാനമാണിത്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണല്ലോ ഇടയ്ക്കുള്ള ഏതെങ്കിലും വിമാനത്താവളത്തിൽ വിമാനമിറക്കുക. അഷ്ഗാബാത്തിലെ എയർപോർട്ടിനോടടുത്തിരിക്കുന്നു. 1991-ൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വതന്ത്രമായ മറ്റൊരു രാജ്യമാണ് തുർക്ക്മെനിസ്ഥാൻ. എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയ നിക്ഷേപമാണ് ഈ രാജ്യത്തുള്ളത്. സോവിയറ്റ് നാളുകളിൽ എണ്ണയും ഗ്യാസും വൻതോതിൽ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം എണ്ണപ്പണം കൊണ്ട് വൻ വളർച്ച നേടുകയാണ് ഈ രാജ്യം. അഷ്ഗാബാത്തിൽ വിമാനമിറങ്ങുന്നതിനുള്ള കാരണം പിന്നീടറിഞ്ഞു. ഇവിടെ നിന്നും ഇന്ധനം നിറച്ചാണ് സൊമോൺ എയറിന്റെ ഈ വിമാനം യാത്ര തുടരുക. കുറഞ്ഞ ചെലവിൽ ഇവിടെ ഇന്ധനം ലഭ്യമാണ്. അതുകൊണ്ടാണ് പോകുന്ന പോക്കിൽ ഇവിടെ ഇറങ്ങി നിറയെ ഇന്ധനമടിച്ചിട്ട് യാത്ര തുടരുന്നത്. തജിക്കിസ്ഥാനിൽ വിമാന ഇന്ധനത്തിന് വലിയ വിലയായിരിക്കാം. ദുബായിലും സ്ഥിതി വ്യത്യസ്തമാവാനിടയില്ല. അതുകൊണ്ടാവാം യാത്രാമധ്യേ തുർക്ക്മെനിസ്ഥാന്റെ തലസ്ഥാനത്തിറങ്ങി ഇന്ധനം നിറച്ച് യാത്ര തുടരുന്നത്. സാമ്പത്തികമായി ദുർബലമായ ഒരു രാജ്യത്തിന്റെ വിമാന കമ്പനിക്ക് അല്പം ലാഭം കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണിത്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വൈദ്യുതിയും ശുദ്ധജലവും പ്രകൃതിവാതകവും സൗജന്യമായി നൽകുന്ന നാടാണ് തുർക്ക്മെനിസ്ഥാൻ. ഇവിടെ 1 ലിറ്റർ പെട്രോളിന്റെ വില ഇന്ത്യൻ കറൻസിയിൽ 9 രൂപ 40 പൈസ മാത്രമാണ്. അഷ്ഗാബാത്തിന്റെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തജിക്കിസ്ഥാൻ യാത്രയിലെ ഒരു ബോണസാണ് എനിക്ക് ലഭിക്കുന്നത്. ഇതുവരെ സന്ദർശിച്ചിട്ടില്ലാത്ത ഒരു രാജ്യത്തുകൂടി എത്തിയിരിക്കുന്നു. തുർക്ക്മെനിസ്ഥാന്റെ മണ്ണിൽ കാലുകുത്തുന്നില്ലെങ്കിലും ഈ രാജ്യത്തും ഇറങ്ങി എന്ന് പറയാം. സഞ്ചാരത്തിലെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു രാജ്യം കൂടി ഉൾപ്പെട്ടു എന്ന് മേനി പറയുകയുമാവാം. ഇതിനു മുൻപ് ഞാൻ പേര് പോലും കേട്ടിട്ടില്ലാത്ത ഒരു പട്ടണമാണ് അഷ്ഗാബാദ്. തുർക്ക്മെനിസ്ഥാൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും പ്രേക്ഷകരും അഷ്ഗാബാദ് എന്ന പേര് ആദ്യം കേൾക്കുകയാവും. റഷ്യയിൽ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ച 1917-ൽ തന്നെ സോവിയറ്റ് ഭരണത്തിന് കീഴിൽ വന്ന നഗരമായിരുന്നു ഇത്. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പാവൽ പോൾട്ടോറാസ്കിയുടെ സ്മരണാർത്ഥം 1919-ൽ ഈ നഗരത്തിന്റെ പേര് പോൾട്ടോറാഡ്സ്ക് എന്നാക്കി മാറ്റിയിരുന്നു. 1924-ൽ തുർക്ക്മെനിസ്ഥാൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് സ്ഥാപിതമായപ്പോൾ ഇവിടം രാജ്യതലസ്ഥാനമാവുകയും ചെയ്തു. ഇതാണ് അഷ്ഗാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രധാന ഭാഗം. വലിയൊരു വിമാനത്താവളമാണിത്. ധാരാളം ഗേറ്റുകൾ. പക്ഷേ അവിടെയൊന്നും വിമാനങ്ങളില്ലെന്നു മാത്രം. യാത്രക്കാർ ഇറങ്ങുന്നില്ലെങ്കിലും ഞങ്ങളുടെ വിമാനത്തിന്റെ വാതിലുകൾക്കരികെ ഗോവണികൾ എത്തിക്കഴിഞ്ഞു. യാത്രക്കാരുള്ള വിമാനത്തിൽ എണ്ണ നിറയ്ക്കുമ്പോൾ പ്രത്യേക സുരക്ഷകൾ ഒരുക്കേണ്ടതുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ പെട്ടെന്ന് ആളുകളെ പുറത്തിറക്കാനാണ് ഗോവണി ഘടിപ്പിക്കുന്നത്. സോവിയറ്റ് നാളുകളിൽ അപൂർവമായി മാത്രം വിമാനങ്ങൾ വന്നിറങ്ങിയിരുന്ന ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങകലെ അഷ്ഗാബാദ് നഗരത്തിന്റെ പ്രാന്തഭാഗങ്ങൾ. അതിനപ്പുറം മലനിരകൾ. കോപ്പറ്റ് ഡാഗ് എന്നറിയപ്പെടുന്ന മലനിരയാണത്. ഇക്കാണുന്നത് എയർപോർട്ട് ബിൽഡിംഗിന്റെ പിൻഭാഗമാണ്. മുന്നിൽ നിന്ന് കാണുമ്പോൾ കെട്ടിടമുകളിൽ വലിയൊരു പരുന്ത് ചിറകു വിരിച്ചു നിൽക്കുന്നത് പോലെയാണ് അതിന്റെ രൂപകൽപ്പന. 1 മണിക്കൂറിനു ശേഷം ഞങ്ങളുടെ വിമാനം വീണ്ടും യാത്ര തുടർന്നു. പുത്തൻമോടിയിൽ നിൽക്കുന്ന എയർപോർട്ടിന്റെ റൺവേയിൽ നിന്നും അത് ആകാശത്തേക്ക് ഉയർന്നു. മരുഭൂ സമാനമായ ഒരു പ്രദേശത്താണ് വിമാനത്താവളം. താഴെ എയർപോർട്ടിന്റെ ടെർമിനൽ ബിൽഡിംഗ്. അതിന്റെ പരുന്തുരൂപം ഇപ്പോഴാണ് വ്യക്തമായി കാണാനാവുന്നത്. പോളിമെക്സ് എന്ന ടർക്കിഷ് കമ്പനിയാണ് ആധുനികവും കലാപരവുമായി രൂപകൽപ്പന ചെയ്ത് ഈ വിമാനത്താവളം നിർമ്മിച്ചത്. 1985 മുതൽ 2006 വരെ തുർക്ക്മെനിസ്ഥാൻ ഭരിച്ച സപ്പർ മിറദ് നയാസോവിന്റെ പേരാണ് എയർപോർട്ടിന് നൽകിയിരിക്കുന്നത്. അഷ്ഗാബാദിന്റെ റെസിഡൻഷ്യൽ ഏരിയയാണ് താഴെ കാണുന്നത്. അത് കടന്ന് മലനിരകൾ പിന്നിട്ട് ഇപ്പോൾ വിമാനം ഇറാന്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു.
നേരം രാത്രി 8 മണിയായിട്ടുണ്ട്. എങ്കിലും വെയിൽ മാഞ്ഞിട്ടില്ല. മലമടക്കുകളുടെ ഞൊറിവുകൾക്ക് പ്രത്യേകമായൊരു ചാരുത പകരുന്ന വെയിൽ. ഇറാന്റെ മുകളിലൂടെ ദീർഘനേരം പറന്ന് പേർഷ്യൻ ഗൾഫ് കടന്ന് ഇനി വിമാനം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കെത്തും. അവിടെയും എനിക്കേറെ നേരം വിശ്രമിക്കാനാവില്ല. അടുത്ത വിമാനത്തിൽ കയറി നാട്ടിലേക്കുള്ള യാത്ര തുടരണം.